ഈ ദൈവത്തോട് ഇത്ര ശത്രുത എന്തോ മൈത്രേയന്? ആർക്ക് ശത്രുത? ദൈവമില്ല. മനുഷ്യനുണ്ടാക്കിയ സാധനമാണെന്ന് എനിക്കറിയാവുന്ന കാരണം കൊണ്ട് എന്ത് ശത്രുത എനിക്ക്? അപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു വിഭാഗങ്ങളില്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തമിഴും മലയാളവും ഇല്ലേ, അതുപോലെ മാത്രമാണ്. ഇയാൾ ക്രിസ്ത്യാനിയാകുന്നത് എങ്ങനെയാണ്? ഒരു വീട്ടിൽ ജനിച്ചതുകൊണ്ട്. അല്ലാതെ എന്താ രാവിലെ കൊള്ളാവുന്ന കാര്യമാണ് ജനിച്ചപ്പോൾ നല്ല വീട്ടിൽ നോക്കി ജനിച്ച ആളാണ്? ഒന്നുമല്ല. ജനിച്ചതുകൊണ്ട് മലയാള ഭാഷ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന അതേ കാരണം കൊണ്ട് മാത്രമേ ഉള്ളത്. അത് തന്നെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ആരും ആകത്തില്ല. മൈത്രേയൻ പറയുന്നത് ക്രിസ്ത്യാനി വീട്ടിൽ ജനിച്ച ക്രിസ്ത്യനാവൻ. അത് ആകത്തില്ല, പഠിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവനും ആകത്തില്ല. ആ. രാവിലെ തൊട്ട് ഇത് പഠിപ്പിക്കേണ്ടി വരും. ബൈബിൾ വായിപ്പിക്കുകയോ, ഖുറാൻ വായിപ്പിക്കുകയോ, ഭഗവത്ഗീത വായിപ്പിക്കുകയോ, രാമായണം വായിപ്പിക്കുകയോ ഒക്കെ ചെയ്താലേ ആകാവുള്ളൂ. അല്ലാതെ ആരും അത് അറിയും? ഏത് കുട്ടിയാണ് അങ്ങനെ ആവുന്നത്? കുട്ടികൾക്ക് അറിഞ്ഞു കൂടാത്തതാണ്. അവരെ പഠിപ്പിച്ചാക്കുന്നതല്ലേ. ഞാനിപ്പോൾ കഴുത്തേൽ കുരിശു കെട്ടിയിരിക്കുന്നത് ആ വീട്ടിൽ ജനിച്ചതെന്നുള്ളതിന് സിമ്പിൾ കാണിച്ച് നടക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കുരിശ് ഞാൻ മാത്രമല്ല, കുറേ ആളുകൾ ഇടും. അതൊക്കെ ഇടും. അതൊക്കെ ഇങ്ങനെ അത് ഫാഷൻ്റെ ലേവത്തും ചിലപ്പോൾ ഇട്ടെന്ന് വരും. പക്ഷേ അതിനതൊരു ചിഹ്നമുണ്ട്, അതിനൊരർത്ഥമുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല എന്ന് കാണിക്കുന്നതിനാണ്. നെറ്റിക്ക് കുറിയിടുന്നവനും നെറ്റിക്ക് തഴമ്പുണ്ടാക്കി നടക്കുന്നവനും എല്ലാം ഇതേപോലെ തന്നെ ചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന അബദ്ധം നമുക്ക് വരുന്ന നമുക്കൊരു പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടുകളെല്ലാം. അന്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നത്, അവരോടൊപ്പം ജീവിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്, നമ്മൾ സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പോലെയല്ല നമ്മളന്ന് പഠിപ്പിക്കുന്നത്. ഇയാൾ പ്രണയിച്ചാൽ ആ നിമിഷം അത് നമ്മുടെ ആൾക്കാരെ അല്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്ന വീടുകളിൽ തന്നെ ജനിക്കാനൊക്കത്തുള്ളൂ. അത് തൻ്റെ വീടും എൻ്റെ വീടും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് ജാതി എന്ന് നമ്മൾ പറയുന്നതും വിവേചനം എന്ന് പറയുന്നതും വർണ്ണവെറി എന്ന് പറയുന്നതൊക്കെ അതാണ്.